ഡൽഹി കേരള ഹൗസിൽ നിർത്തിയിട്ടിരുന്ന ഗവർണറുടെ വാഹനത്തിൽ കേരള ഹൗസ് ലോ ഓഫീസറുടെ വാഹനം ഇടിച്ചു. ലൈസൻസ് ഇല്ലാതെയാണ് ലോ ഓഫീസർ വാഹനം ഓടിച്ചത് എന്നാണ് സൂചന. സംഭവത്തിൽ ലോ ഓഫീസർക്കെതിരെ നടപടി ഉണ്ടായേക്കും. എന്നാൽ ലോ ഓഫീസർക്കെതിരെ നടപടി വേണ്ടെന്ന് ഗവർണർ പറഞ്ഞതായി രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇതിപ്പോൾ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നത് ഒരു ഗൗരവമുള്ള നിയമപ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് അതിഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് രണ്ട് പുതിയ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ലോ ഓഫീസർക്ക് ലൈസൻസ് ഇല്ല എന്നൊരു സൂചനയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ആ ഒരു നിയമ ലംഘനം നടത്തിയതായിട്ടാണ് നമുക്ക് ഈ ഒരു അവസരത്തിലെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ലോ ഓഫീസർക്കെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതായി രാജ്ഭവൻ വൃത്തങ്ങളും നമ്മളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:39 നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ നിലവിൽ ഇപ്പോൾ ഗവർണറുടെ വാഹനം നിർത്തിയിട്ടിരിക്കുന്നിടത്തു നിന്നും അല്പം പുറകിലേക്കായിരുന്നു വാഹനം നിർത്തിയിട്ടിരുന്നത്. അവിടേക്കാണ് ലോ ഓഫീസറുടെ വാഹനം എത്തുകയും ഈ ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിന് മുൻഭാഗത്തായി ഇടിക്കുകയും ചെയ്തത്. തുടർന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പിന്മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും വീണ്ടും വാഹനം ഇതേ ദിശയിൽ തന്നെ മുന്നിലേക്ക് വരികയായിരുന്നു. CRPF ഇടപെടുകയും കാറിൽ നിന്നിറങ്ങിയ ലോ ഓഫീസർ ചോദ്യം ചെയ്തത് ആരാണ് ഇവിടെ ഗവർണറുടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുമതി നൽകിയത് എന്നുള്ള ഒരു വിചിത്രമായ ചോദ്യമായിരുന്നു ലോ ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അങ്ങനെ വീണ്ടും CRPF ഇടപെടുകയും അവർ വാഹനം ഈ കൊച്ചിൻ ഹൗസിനോട് ചേർന്ന് തന്നെ പാർക്ക് ചെയ്ത് പോവുകയായിരുന്നു. അല്പം മുൻപ് ലോ ഓഫീസർ ആ വാഹനം ഇവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും CRPF ഈ വിഷയത്തിൽ റിപ്പോർട്ട് റെസിഡന്റ് കമ്മീഷണർക്ക് കൈമാറും എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കേരള പോലീസും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ റിപ്പോർട്ട് റെസിഡന്റ് കമ്മീഷണർക്ക് കൈമാറും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എന്താണ് എന്നതിലേക്ക് കടക്കുക. എന്തായാലും CRPFന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സുരക്ഷാ വീഴ്ച അതിവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നിർത്തിയിട്ട ഔദ്യോഗിക വാഹനത്തിലേക്കാണ് വന്ന് ഇടിച്ചു കയറുന്നതും. എന്നാൽ CRPF ഇടപെടുമ്പോഴും അവർക്ക് നേരെ, ആ ഉദ്യോഗസ്ഥർക്ക് നേരെ വാക്കേറ്റം നടത്തുകയും അവരോട് കയർത്തതായുമാണ് അവർ അറിയിച്ചത്. എന്തായാലും എന്തായാലും ലൈസൻസ് ഇല്ലാതെയാണ് ലോ ഓഫീസർ വാഹനം ഓടിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഓഫീസർക്കെതിരെ നടപടി ഉണ്ടായേക്കും. പക്ഷേ നടപടി വേണ്ടെന്ന് ഗവർണർ അറിയിച്ചു എന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഗവർണറുടെ വാഹനം ഇവിടെ എന്തിന് പാർക്ക് ചെയ്തു എന്നാണ് ലോ ഓഫീസർ ചോദിച്ച ഒരു വിചിത്രമായ ചോദ്യം. അതിന്റെ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.